ഹുഖൂഖുള്ള അല്ലാഹുമായുള്ള ബന്ധം. അല്ലാഹുമായുള്ള ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വരുന്നത്. ഇഷ്ടംപോലെ മസ്ജിദുകൾ ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം ഓരോ റോഡ് തോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ വഅയ്യമുറ റജുലു, ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും. ലാ യുസല്ലി ഫീഹി, ആ മസ്ജിദിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കുകയില്ല. 2 റക്അത്ത് നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ ഓർക്കണേ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹബീബുനാ റസൂലുള്ളാഹി, ഖിയാമത്തിന്റെ അടയാളം മസ്ജിദുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. മസ്ജിദിൽ ഉണ്ടാകും, പക്ഷെ നമസ്കരിക്കാൻ ആള് കാണൂല. നമസ്കരിക്കാൻ നമ്മുടെ ഈ മസ്ജിദിലുണ്ട് 160 അംഗങ്ങളുണ്ട്, പക്ഷെ എല്ലാവരും കുറച്ച് ദൂരെയാണ്. എന്നാൽ തന്നെയും മസ്ജിദ് ഉണ്ടോ? ഇപ്പൊ തന്നെ നോക്ക്, ഇപ്പൊ തന്നെ മൂന്നാർ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മസ്ജിദ് കാണണമെങ്കിൽ ആനച്ചാൽ വരണം. മസ്ജിദുകള് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൗൺ ഭാഗത്തേക്ക് പോയി ഇഷ്ടം പോലെ അടുത്തടുത്തടുത്തടുത്ത് പള്ളികളാണ്, മസ്ജിദുകളാണ്, ഇഷ്ടം പോലെ മസ്ജിദുകൾ, പക്ഷെ നമസ്കരിക്കാൻ ആളില്ല. ഭയങ്കരമായ മസ്ജിദുകൾ കെട്ടിപ്പൊക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആഡംബര മസ്ജിദുകൾ, ഭയങ്കര മസ്ജിദുകളാണ്. കേരളത്തിൽ എത്ര വലിയ വലിയ മസ്ജിദുകൾ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. കോടാന കോടികളാണ് അതിനുവേണ്ടി ചെലവ് ചെയ്യപ്പെട്ടത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലയഅതിയന്ന അലന്നാസി സമാൻ, ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേലെ സംജാതമാകുമത്രേ. യതബാഹൗന ബിൽ മസാജിദ്, അവർ മസ്ജിദുകൾ കൊണ്ട് ഗാംഭീര്യം പ്രൗഢി നടിക്കുമത്രേ. മസ്ജിദ് കൊണ്ട്, പള്ളി കൊണ്ട് അവർ പ്രൗഢി നടിക്കും. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ മസ്ജിദ് 5 കോടിയുടെയാ, ഞങ്ങളുടെ മസ്ജിദ് 10 കോടിയുടെയാണ്, ഞങ്ങളുടെ മസ്ജിദ് 90 മിനാറുണ്ട്, ഞങ്ങളുടെ മസ്ജിദ് 9 മിനാറുണ്ട്, 10 കുബ്ബകളുണ്ട്, മുഴുവൻ AC, പ്രൗഢി നടിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, മാ ഉമിർതു ബിതശീദിൽ മസാജിദി, മസ്ജിദുകൾ അനാവശ്യമായി ആഡംബരത്തോടെ കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേ ഇല്ല. ആവശ്യത്തിനൊരു മസ്ജിദ്. ഇപ്പൊ നമ്മുടെ മസ്ജിദ് വളരെ ചുരുങ്ങിയ തോതിലൊരു മസ്ജിദാണ്. ജുമുഅക്ക് വെളിയിൽ ആളുകൾ നിസ്കരിക്കുന്നു. എന്റെ മോളിലോട്ടൊരു ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊക്കണോ ഒന്ന് ചോദിച്ച് ഇങ്ങടുത്ത് ചോദിച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് പോകും. നമുക്കൊരു ചെറിയൊരു ആവശ്യമാണ്. പക്ഷെ അനാവശ്യമായിട്ട് വലിയ വലിയ മസ്ജിദുകൾ, ഭയങ്കര AC, ആഡംബരങ്ങളൊക്കെ, എത്ര കുബ്ബകള് ഞാൻ പറയേണ്ടതുണ്ടോ? കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മസ്ജിദ് ഉദ്ഘാടനം നടത്തി. ഭയങ്കര ആഡംബരം, നിസ്കരിക്കാൻ ആളില്ല, അള്ളാഹുവിനോടുള്ള ഹക്കില്ല, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ നിറവേറ്റാൻ തയ്യാറല്ല. അതാണ് അതിന്റെ അർത്ഥം. മസ്ജിദുകൾ നമസ്കരിക്കാനല്ല ആളുകൾ വരുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅതി ഫി ആഖിരി സമാൻ നാസും മിൻ ഉമ്മതി, ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് ആഖിർ സമാനിൽ മസ്ജിദുകളിലേക്ക് കുറെ ആളുകൾ വരുമത്രേ. യഅതൂനൽ മസാജിദ, അവർ മസ്ജിദിലേക്ക് കടന്നു വരികയും വയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, അവർ മസ്ജിദിൽ നമസ്കരിക്കാൻ എന്ന വ്യാജേന വന്ന് നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദിന്റെ ഉമ്മറപ്പടിയിൽ, മസ്ജിദിന്റെ വെളിയിൽ അവർ ഹൽക്കകളെ പോലെ വട്ടം കൂടിയിരിക്കുമത്രേ. ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ ചർച്ച ദുനിയാവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, ഭൗതികമായ ലോകത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർ മസ്ജിദിൽ വരുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അല്ലാഹ്ക്ക് യാതൊരു പുണ്യവുമില്ല. കുറെ ആളുകൾ മസ്ജിദിൽ വരുമെന്ന് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ടാണ് പരിസരത്തൊക്കെ ഇരിക്കും. ഇരി അബൂബക്കർ, ഇരി അബ്ദുറഹ്മാനെ, ഇരി ഫാറൂഖ്, എവിടെ പോ അവിടെ ഇരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടയും ചായയൊക്കെ അടിച്ചോണ്ട് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ കൗമുകൾ ഉണ്ടാവും ഖിയാമത്ത് നാളിൽ. അങ്ങനെ കുറെ ആൾക്കാർ മസ്ജിദിലേക്ക് വരുമെന്ന്. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാതെ മസ്ജിദിൽ ഇരുന്ന ഖുർആൻ ഓദിക്കോ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോണം. ഇവിടെ പരിസരത്തൊക്കെ ഇരുന്നിട്ട് കുറ്റിപീടിയും വലിച്ചുകൊണ്ട് അവന്റെ ഇവന്റെയും ബനായും ഫിത്നയും ഫസാദും പറയാൻ നിന്നാൽ ഉള്ള അമല് നഷ്ടപ്പെടും. അത് ഖിയാമത്തിന്റെ അടയാളാണ്. അങ്ങനെയുള്ളവരോടൊപ്പം നിങ്ങൾ പോയി ഇരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി ലാ തുജാലിസു,
അങ്ങനെയുള്ളവരുടെ ഇരിക്കണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മസ്ജിദിനോടുള്ള ഹക്കുകൾ നിറവേറ്റണം. അതിന് ഏറ്റവും വലിയ ഹക്ക് എന്തിനാണ് മസ്ജിദ് നമ്മളിവിടെ നിർമ്മിച്ചത്? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനാണ്. ആ സുജൂദ് ചെയ്യാൻ നമ്മുടെ നെറ്റിത്തടം ആ മസ്ജിദിൽ സമർപ്പിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാണ്. അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ കടമയാണ്. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുവിനോടുള്ള കടമയാണ്, കടപ്പാടാണ്, അവനോടുള്ള ഹക്കുകളാണ്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ബലാ, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു, അതെ അല്ലാ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് അള്ളാഹുവിനോട് ആലമുൽ അർവാഹിൽ വെച്ച് ഞാനും നിങ്ങളും പറഞ്ഞിട്ട് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ ദിനംതോറും 5 പ്രാവശ്യം ആ പരിശുദ്ധമായ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി നമ്മളുടെ ശ്രവണപുടങ്ങളിലേക്ക് തളച്ചു കയറുമ്പോ ആ മധുരമായ ബാങ്കിന് ഉത്തരം നൽകാത്ത മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ മുസ്ലിമാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം. ഇന്ന മിൻ അശ്റാത്തിസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഇമാത്തത്തുസ്സലാ, നമസ്കാരം പാഴാക്കുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. അങ്ങനെ നമസ്കാരം പാഴാക്കുന്ന, അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന സമുദായം ഈ നാട്ടിലില്ലാതെ വരുമ്പോൾ അവൻ സുഖിക്കുന്ന പ്രകൃതിയെ കൊണ്ട് അല്ലാഹു അവനെ ഇടങ്ങേറാക്കുമത്രേ. ഉടനെ അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. പ്രകൃതിയുടെ ഒരു മൂല കൊണ്ടാണ് അല്ലാഹു അവനെ ശിക്ഷിക്കുക. മുഴുവൻ മലകളെയും അല്ലാഹു ഇടിച്ചിടുകയില്ല. ആ വലിയ മലകളിൽ ഒരു മൂല മാത്രം, ഒരോരം മാത്രം, ഒരു വൃക്ഷം മാത്രം അല്ലാഹു മറിച്ചിടുമ്പോ ലഅല്ലഹും യതളറഊൻ ലഅല്ലഹും യർജിഊൻ, അവൻ അല്ലാഹുവിലേക്ക് ഭയപ്പെട്ട് മടങ്ങുന്നതിനത്രേ. ഫലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ ശിക്ഷകൾ വരുന്നതിന് മുന്നോടിയായി ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി അല്ലാഹു ഈ മാനവനെ പരീക്ഷിക്കുകയാ. ലഅല്ലഹും യർജിഊൻ, അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയത്രേ. എല്ലാരും മടങ്ങിയില്ലേ? അവിടെ ഇവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി, അവിടെ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ മരം ഇടിഞ്ഞു വീണു, അവിടെ റോഡ് മൊത്തം ഇടങ്ങാറായി, ആകെ മൊത്തത്തിൽ പ്രശ്നമായി. എല്ലാരും മടങ്ങാൻ തുടങ്ങി അള്ളാഹിലേക്ക്. അതിനാ ഈ പണി അള്ളാഹ് എടുക്കുന്നത്. ഇത് കണ്ടിട്ട് മടങ്ങാതെ വരുമ്പോഴാണ് അള്ളാഹു തആല ഇലക്ഷനിൽ വലിയ വലിയ ഭരണാധികാരികളെ കൊണ്ട് ഇടങ്ങാറാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും പേടിയായി, പ്രശ്നമാവുമല്ലോ, നിസ്കരിക്കാൻ ദുആ ചെയ്യാം, അള്ളാഹ് പേടിപ്പിക്കണം നമ്മളെ. ذلك يخوف الله به عباده يا عبادي فاتقون. അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദാസന്മാരെ, ഫത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് അല്ലാഹു തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാ. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള കടമയാണ്, കടപ്പാടാണ്. നമ്മുടെ നെറ്റിത്തടം അവന്റെ മുന്നിൽ സമർപ്പിക്കണേ. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാ. റമളാനിന്റെ തലേ ദിവസം മസ്ജിദിൽ വന്നിട്ട് കാര്യമില്ല. എന്റെ ചെറുപ്പക്കാരാ, മസ്ജിദിലേക്ക് നീ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണേ. റമളാൻ മാത്രമല്ല നിന്റെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയത്. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് ശരിയാകണോ? 5 നേരത്തെ നമസ്കാരം നിന്റെ മേൽ നിർബന്ധമാ. ആ നമസ്കാരം ശരിയാകാത്ത കാലത്തോളം പരിശുദ്ധ റമളാനും നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധമായ ഹജ്ജും സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധമായ സകാത്തും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം എന്റെയും നിന്റെയും ഹക്കാണ്, ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത്. അന്തസ്തുതലില്ല, അല്ലാഹുവിന് മുന്നിൽ നിന്റെ നെറ്റിത്തടം സമർപ്പിക്കുക.
എന്ത് പ്രശ്നം വന്നാലും അള്ളാഹയോടുള്ള ഹക്ക്, ആ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ്, അത് കഴിഞ്ഞിട്ടാണ് നോമ്പ്, അത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത്. ആദ്യത്തെ പടി നീ മുസ്ലിമാണോ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക. കൊടും ചൂട് കാരണമായി, അമിതമായ ചൂട് കാരണമായി എന്റെ ചില ഭാഗങ്ങൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകം പറയാണ് കൊടും ചൂട്. അങ്ങനെ തിന്ന് ചാമ്പലായി തകർന്നുകൊണ്ടിരിക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. നരകം തന്നെ അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. ഉടനെ അള്ളാഹു നരകത്തോട് മറുപടി പറയുകയാണ്, നരകമേ, നീ 2 പ്രാവശ്യം ഒന്ന് നിശ്വസിക്കണേ. ശ്വാസം വിടാൻ, ശ്വാസോച്ഛ്വാസം. ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. ചൂട്, കഠിനമായ ചൂട് സഹിക്കവയ്യാതെ നരകം വീർപ്പ് മുട്ടിയപ്പോ നരകം അള്ളാഹയോട് ആവലാതിപ്പെടാണ്. സഹിക്കാൻ കഴിയുന്നില്ല പടച്ചോനെ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചോനെ. നരകം തന്നെ പറയാണ്. അപ്പൊ അല്ലാഹു തആലയുടെ മറുപടി, 2 പ്രാവശ്യം ഒന്ന് നിശ്വസിച്ചോ, ശ്വാസം വിട്ടോളാൻ. ഒന്ന് നഫസൻ ഫിശ്ശിതാ വനഫസൻ ഫിസ്സൈഫ്. ഒരു ശ്വാസം കൊടും ചൂടിന്റെ സമയത്തായിരുന്നു, മറ്റൊരു ശ്വാസോച്ഛ്വാസം കൊടും തണുപ്പിന്റെ സമയത്തായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയായി, വഅശദ്ദു മാ തജിദൂന മിനൽ ഹർ. നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂട് അത് നരകത്തിന്റെ ചൂടാണ് സഹാബ. വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ. ചിലപ്പോൾ അതിശൈത്യമായിരിക്കും, കൊടും തണുപ്പായിരിക്കും. ആ തണുപ്പും നരകത്തിൽ നിന്നുമുള്ളതാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അപ്പൊ ഈ തണുപ്പും ചൂടും ഒക്കെ എവിടുന്ന് വരുന്നതാണ്? നരകാണ്. നിങ്ങൾ മൂന്നാറിന്റെ പ്രത്യേകത അതൊന്നും ആരും ഇനി പറയണ്ട, മൂന്നാറിന്റെ രുചിയാന്നും ഇനി ആരും പറയണ്ട. എല്ലാം മാറി. അങ്ങ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് അല്ലാഹു തആല അവിടെ സംവിധാനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പം മാറി, തലകുത്തിയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ആ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ നമ്മൾ മടങ്ങണം, ഞാനും നിങ്ങളും മടങ്ങണം. ഇല്ലാത്തിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയെ കൊണ്ട് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കും. പടച്ചവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല നിലയ്ക്കുമാണ് അല്ലാഹുവിന്റെ ശിക്ഷ. ഫകുല്ലൻ അഖദ്നാ ബിദംബി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദത്ഹു الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളുടെ തോതനുസരിച്ചാണ് അവൻ ശിക്ഷ ഇറക്കുക. എങ്ങനെയാണ്? ചിലപ്പോൾ അവൻ കൊടുങ്കാറ്റിലൂടെയാണ് ഈ ലോകത്തെ അവൻ വിറപ്പിക്കുന്നത്. ഫമിൻഹും മൻ അഖദത്ഹു സൈഹാ. ചിലപ്പോൾ ഒരു ഭയങ്കര ശബ്ദകോലാഹലത്തോടെയായിരിക്കാം. ചിലപ്പോൾ ഉരുൾപൊട്ടലിലൂടെ ഭൂമി താഴേക്ക് ഇറങ്ങിപ്പോകുമത്രേ. നമ്മുടെ കിണറുകളും നമ്മുടെ വീടുകളും താഴേക്ക് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ വെള്ളത്താൽ അല്ലാഹു ഈ നാടിനെ മുക്കി നശിപ്പിക്കുമത്രേ. അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആദ്യം അല്ലാഹു പറഞ്ഞാക്കുന്ന കൊടുങ്കാറ്റ്. ഇപ്പൊ കൊടുങ്കാറ്റിന്റെ പേരെന്നറിയോ? ഫാനി. അത് ഖുർആനിൽ പറഞ്ഞ വാക്കാ. അല്ലാഹു തആല കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കൂന്ന്. അല്ലാഹു തആല ശാസ്ത്രീയ ഗവേഷകരെ കൊണ്ട് തന്നെ അവരുടെ നാവിൽ ആ പേരിട്ട് ഫാനി. ആദ്യത്തെ പേരാ. പിന്നെ ആരോ പറഞ്ഞു ഫാനി എന്ന് പറഞ്ഞാല് നശിക്കൂന്നാണ് അതിന്റെ അർത്ഥം. ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഫോനി എന്നാക്കിയവര്. ഇപ്പൊ അതിന്റെ പേര് ഇപ്പൊ ഫാനി മാറിയിട്ട് ഫോനി. അപ്പൊ നോക്കണേ, അള്ളാഹിന്റെ തർത്തീവ് കണ്ടോ? ഓരോ കാറ്റ് ഭയങ്കരമായ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞു, തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഭയങ്കരമായ കൊടുങ്കാറ്റ് അടിച്ച് എല്ലാം തകർന്ന് നശിച്ചു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നാണ് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങൾ നോക്കണം, പേര് തന്നെ നോക്ക്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്നു. അദ്ദുനിയാ തഫ്നി വൽ ആഖിറതു തബ്ഖാ. ഇന്ന ദുനിയാ തഫ്നി വൽ ആഖിറതു തബ്ഖാ.
അല്ലാഹു റബ്ബ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നമാ അതാകുമുല്ലാഹു അദ്ദുനിയാ ലിതത്ലുബൂ ബിഹൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയത് ആ ദുനിയാവിലൂടെ ആഖിറം വിലയ്ക്ക് വാങ്ങാനാണ്. അല്ലാഹു നമുക്ക് ദുനിയാവ് നൽകിയത് ദുനിയാവിന്റെ അലങ്കാരങ്ങളും ദുനിയാവിന്റെ ആശ്വാസങ്ങളും ദുനിയാവിന്റെ അനുഭൂതികളും ആശ്വസിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പടച്ചവന്റെ ഖുദ്റത്തിനെ വിലയിരുത്തി അവനിലേക്ക് മടങ്ങാനാണ്. അഅതാകുമുല്ലാഹു അദ്ദുനിയാ, അല്ലാഹു നമുക്ക് ദുനിയാവ് നൽകിയത്. വലം തുഅതികുമൂഹാ ലിതർകുനൂ ഇലൈഹാ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് മാത്രം രസാനുഭൂതികൾക്ക് മാത്രം ചിലവഴിക്കാനുള്ളതല്ല ഭൗതികമായ ദുനിയാവ്. ഇന്ന ദുനിയാ തഫ്നീ, ദുനിയാവെന്ന് പറഞ്ഞാൽ നശിച്ചു പോകുമത്രേ. വൽ ആഖിറത്തു തബ്ഖാ, ആഖിറമെന്ന് പറഞ്ഞാൽ അനശ്വരമാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ നശ്വരമാണ്. അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ വാക്കാണ്, എല്ലാം നശിച്ചു പോകുന്നു. ഇപ്പൊ ആ പേര് തന്നെ അല്ലാഹു തആല ഇപ്പൊ ഈ കാറ്റിനിട്ടിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ ഒരു പേടി വരുന്നു. ഖുർആനൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥക്കൊക്കെ ഒരുപാട് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലുള്ള കാലാവസ്ഥയല്ല. കേരളത്തിൽ കാണുന്ന സാധാരണ ഖൈറുല്ലാ, കേരളത്തെ ബഹുമാനപ്പെട്ട അറബികൾ പോലും വിശേഷിപ്പിച്ചത് ഖൈറുല്ലാ. ഖൈറുല്ലാ, അള്ളാന്റെ ഖൈർ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ്. അള്ളാന്റെ ഖൈർ. ഇപ്പൊ അറബികൾ ഖൈർ സമ്പാദിച്ച് ഇവിടെ വന്ന് ഷർറ് സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഷർറായി മാറിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രകൃതിയെ കൊണ്ട് നമ്മെ അല്ലാഹു പിടിക്കുന്നത്. അത് നമ്മൾ കുടിക്കുന്ന കിണറ്റിനെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. നമ്മൾ കുടിക്കുന്ന വെള്ളമല്ല കിണർ, ആ കിണറിനെ അല്ലാഹു തആല മാലിന്യം കൊണ്ട് നിറച്ചില്ലേ. وكم من قرية أهلكناها وهي ظالمة وهي خاوية على عروشها وبئر معطلة وقصر مشيد. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഇതാ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുക ഖുർആൻ. വകം മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. എത്ര ഗ്രാമങ്ങളാണ് തകിടം മറഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഗ്രാമവാസികൾ, ആ നാട്ടുകാർ അഹങ്കാരികളായതിന്റെ പേരിലാണ്. അവർ കുടിച്ചുകൊണ്ടിരുന്ന ജലം, അവരുപയോഗിച്ചിരുന്ന കിണറുകൾ, അതിനെ നാം മാലിന്യമുള്ളതാക്കി മാറ്റിയില്ലേ. എത്ര ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നടിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങും പോണ്ട. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ മൂന്നാറിൽ അടിമാലിയൊക്കെ പോയി നോക്കണമെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ മൂന്നാർ എന്ന് പ്രസംഗിക്കാണ്. നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ മതി, ഇതെല്ലാം കാണാമല്ലോ. മാലിന്യം കൊണ്ട് നിറഞ്ഞ കിണറില്ലേ, കെട്ടിടമൊക്കെ ഉരുണ്ടു മാറിയതിൽ അടിമാലിയിലൊക്കെ കണ്ടില്ലേ? 3 നില 2 നില കെട്ടിടങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ കാണാൻ എത്ര കെട്ടിടങ്ങൾ മല ഇങ്ങനെ ഇടിഞ്ഞ് വീണ് കിടക്കുന്നു. ഇതൊക്കെ നമ്മൾ ദൃഷ്ടാന്തം ഖുർആൻ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ മുന്നിൽ അല്ലാഹു എത്തിച്ചിരിക്കുകയാണ്. കേരളക്കാർ ഇത്തിരി നല്ലവരാണെന്ന് പറഞ്ഞ കുറച്ച് സുഖം അവർക്ക് കൂടിപ്പോയപ്പോ അള്ളാഹ് അങ്ങോട്ട് മറന്നു. അള്ളാഹ് മറന്നു ഏറ്റവും വലിയ തെളിവാണ്. അന്ന് കണ്ട വാളിന് വന്ന ആളുകളാണ് ഇതിപ്പോ. നമ്മൾ ചിന്തി നമുക്ക് ദീനിനോടും വാളിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടൊന്നും വലിയൊരു താല്പര്യം ഇല്ലാതെ വന്നു. ഇപ്പൊ എല്ലാരും ഈ വോട്ടൊക്കെ അടുത്തപ്പോ എല്ലാരും അള്ളാഹുവിലേക്ക് അടുക്കാൻ തുടങ്ങി. എന്താണ്, ഭരണം മാറുവോ, നമ്മൾ ഇടങ്ങേറാവോ? അള്ളാഹ് പേടിപ്പിക്കാണ് ഇതൊക്കെ. ഇപ്പൊ എല്ലാരും വിളിക്കുന്നില്ലേ അല്ലാഹ് അല്ലാഹ്, എല്ലാവരുടെ ദുആയാണ് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു ഭരണാധികാരികളെ ഞങ്ങളുടെ മേലടിച്ചേൽപ്പിക്കരുതേ അല്ലാഹ്. എല്ലാവരുടെ ദുആയാണ്. ഇപ്പൊ എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ നന്നായാൽ അള്ളാഹുവിനറിയാം ആരെ എവിടെ കൊണ്ടുവരണമെന്നുള്ളത്. പക്ഷെ നമ്മൾ കൂടെ ഒന്ന് തയ്യാറാവാതെ എങ്ങനെ?
നമ്മളൊരു താല്പര്യം കാണിക്കണ്ടേ, അള്ളാഹുലേക്ക് നമ്മളൊന്ന് അടുക്കണ്ടേ, ദീൻ കേൾക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, നിസ്കരിക്കണ്ടേ, ഇബാദത്ത് എടുക്കണ്ടേ. അതുകൊണ്ടാണ് ബന്ധങ്ങൾ ബന്ധനങ്ങൾ. എന്താണ് ഈ ബന്ധങ്ങൾ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ? ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ മേൽ ഏൽപ്പിച്ചോ ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. ആ ഉത്തരവാദിത്തം നമ്മൾ നിലനിർത്തണം. അതിൽ ന്യൂനത വരുത്താൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. ഓരോന്നിനും ഓരോ ഹക്കുകളുണ്ട്. ഹക്കുകൾ, ഹുഖൂഖുകൾ, ബാധ്യതകൾ മൂന്നാണ്. ഒന്ന് ഹുഖൂഖുള്ള അല്ലാഹുവിനോടുള്ള ബാധ്യത. രണ്ട് ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആമല, സൃഷ്ടികൾക്കിടയിൽ ഇടപാടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കടപ്പാടുകൾ. മൂന്ന് ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ, കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും അയൽബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു ചാർജ്, അത് അടുപ്പിക്കൽ, ആ ഒരു ബന്ധങ്ങൾ. ഈ മൂന്ന് ബന്ധങ്ങളും ബന്ധനങ്ങളെ പോലെ ആയിപ്പോയി. ഈ മൂന്ന് ബന്ധങ്ങൾ, ഒന്ന് ഹുഖൂഖുള്ള അല്ലാഹുമായുള്ള ബന്ധം. അല്ലാഹുമായുള്ള ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വരുന്നത്. ഇഷ്ടംപോലെ മസ്ജിദുകൾ ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം, ഓരോ റോഡ് തോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ വഅയ്യമുറ റജുലു, ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും. ലാ യുസല്ലി ഫീഹി, ആ മസ്ജിദിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയില്ല. 2 റകഅത്ത് നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ ഓർക്കണേ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹുവിനോടുള്ള ഹക്ക്, ആ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ്, അത് കഴിഞ്ഞിട്ടാണ് നോമ്പ്, അത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത്. ആദ്യത്തെ പടി, നീ മുസ്ലിമാണോ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. പരിശുദ്ധ ഖുർആനാണ്. ഒരുപക്ഷെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഓതാറുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് അറിയിക്കുകയാണ്, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര വലിയ കച്ചവടക്കാരനാകട്ടെ, സ്പൈസസിന്റെ മുതലാളിയാകട്ടെ, കുരുമുളകിന്റെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ, ഏലക്കയുടെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ, ഏറ്റവും വലിയ കർഷകനാകട്ടെ, നിന്റെ ചന്തയിൽ നിൽക്കുന്ന സമയത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരൂ സഹോദരാ, നമസ്കാരത്തിലേക്ക് വരൂ സഹോദരാ. ആ സന്ദർഭത്തിൽ കച്ചവടങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പടച്ചവനെ, നീയാണ് എനിക്ക് ഏലക്ക തന്നത്, നീയാണ് എനിക്ക് കുരുമുളക് തന്നത്, നീയാണ് എനിക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ സൗകര്യങ്ങളെല്ലാം നൽകിയത്. അല്ലാഹുവേ, ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാണ് ഞാൻ വിറ്റ് ജീവിക്കുന്നത് നാഥാ. ഇതിന്റെ എല്ലാം ഉടമസ്ഥ നീയാണ് പടച്ചവരെ. അതുകൊണ്ട് നീ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക്, നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹയ്യ ഹലാ, അല്ലാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര വലിയ സമ്പത്തുണ്ടാകട്ടെ, എത്ര വലിയ കുടുംബ മഹിമയുള്ളവരാകട്ടെ, നിന്റെ മക്കൾ നിങ്ങളെ മസ്ജിദിലേക്ക് തടയാതിരിക്കട്ടെ. കുഞ്ഞു മക്കളെ എടുത്ത് താലോലിക്കുന്ന സമയത്താണ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ ഒലി കേൾക്കുന്നത്. ഉടൻ തന്നെ തന്റെ കുഞ്ഞിനെ ഭാര്യയിലേക്ക് ഏൽപ്പിച്ചിട്ട് മസ്ജിദിലേക്ക് വരണേ. ഉപ്പ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുട്ടി കിടന്ന് കരയും. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് മസ്ജിദിലേക്കുള്ള വരവ് വാപ്പാ നിർത്തരുതേ. അതാണ് അല്ലാഹു പറഞ്ഞത്, വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സന്താനങ്ങൾ
സന്താനങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകാൻ പാടില്ല. കുട്ടികൾ പറയും, വാപ്പെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന് ആ സമയത്താണ് ദുഹർ ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ സൂറ ബാങ്ക് വിളിക്കുന്നു, നീ കുഞ്ഞിനെ വെച്ചോ. അപ്പൊ കുട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. കരയാൻ ഭയങ്കരമായ കരച്ചില്. അപ്പൊ ഓള് പറയും, ഇല്ല ഇക്ക നിങ്ങളിപ്പോ പോകണ്ട, എന്നാ കുട്ടി കരയുന്നുണ്ടല്ലേ, നിസ്കരിക്കാം, പിന്നാലെ നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ. അപ്പൊ നമ്മളൊക്കെ എന്നാ ശരി പിന്നാലെ നിസ്കരിക്കാം. പോയില്ല. അള്ളാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതെ ഭാര്യയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു. ഭാര്യ വിളിച്ചു പോവണ്ട, അത് ഏറ്റെടുത്തു. അല്ല വിളിച്ചു വാ, അത് ഏറ്റെടുത്തില്ല. ഈ കുട്ടിയെ തന്നാര് അല്ല, ഈ കുട്ടിയെ തന്നാര് അല്ല. ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയില്ല. ഭാര്യയുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകി. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മൾ മസ്ജിദ് ഒഴിവാക്കി, പള്ളി ഒഴിവാക്കി. നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ അള്ളാഹുവിനോടുള്ള ദിക്ർ നിങ്ങൾ ഒഴിവാക്കരുതേ. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന മാതാപിതാക്കളെ, എന്റെ പൊന്നുമ്മമാരെ, സുബഹി നമസ്കാരം ഖളാ ആക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഒരുക്കുന്നത്. നിങ്ങളുടെ ഇക്കമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ മക്കളെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോൾ പള്ളിയുടെ മുറ്റത്തിലൂടെ പോവുകയാ. അവിടെ സുബഹി നമസ്കാരം നടക്കുന്നു. ആ വാപ്പ കയറി നമസ്കരിക്കുന്നില്ല. വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ഈ മക്കളുടെ പേരിൽ അല്ലാഹുവിനോടുള്ള കടമകളിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതേ, ഒഴിവാക്കരുതേ. നാളെ ഇത് കുട്ടികൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ ആദ്യം സമീപിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവേ, എന്റെ മകന് ഹാർട്ട് അറ്റാക്ക് ആണ്, എന്റെ മകന്റെ വാൽവിന് തകരാറാ, എന്റെ മകന്റെ കിഡ്നിക്ക് പ്രോബ്ലമാണ്. പടച്ചവനെ, ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ICUവിലാണ്. അല്ലാഹുവേ, ഡോക്ടർമാരെ കൈമലർത്തുകയാണ്. നീയല്ലാതെ ആരുമില്ല പടച്ചവരെ. അതുകൊണ്ട് എന്റെ മക്കൾക്ക് നീ സാന്ത്വനം നൽകണേ എന്ന് അവസാനമായി ഈ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാറില്ലേ? എന്നാൽ ഈ മക്കൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനോടുള്ള കടമ ഈ മക്കളുടെ പേരിൽ ഉപേക്ഷിക്കരുത്. അത് കേട്ടില്ല. ഇപ്പോ മക്കൾക്ക് രോഗം വന്നപ്പോ മാതാപിതാക്കൾ അല്ലാഹയെ വിളിക്കാൻ തയ്യാറായി.